അഭിമാന നിമിഷമാണ്. കാരണം വളരെ വാശേറിയ ഒരു ലോകകപ്പാണ് T20. അതിൽ അതിദയനീയമായി ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് അഭിമാനകരമായ രോമാഞ്ചജനകമായ ഒരു വിജയം ഇന്ത്യക്ക് നേടിയെടുക്കുന്നതിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ശ്രീ സാംസന്റെ പ്രിയപുത്രൻ സഞ്ജു സാംസണാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന ആവേശം പകരുന്ന പ്രകടനം കാഴ്ചവെച്ചത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനത് പറയേണ്ടതില്ല. എന്നാൽ അദ്ദേഹം ഫൈനലിൽ ഇന്ത്യയെ ജയിപ്പിക്കുന്നതിന് ആവശ്യമായ വെടിക്കെട്ട് ബാറ്റിംഗ് എന്ന് നാടൻ ഭാഷയിൽ പറയും. ആ ബാറ്റിംഗ് ഫൈനലിൽ നടത്തുക മാത്രമല്ല ചെയ്തത്. ഈ ലോകകപ്പിൻ്റെ താരമായി സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അധികം ഞാൻ സംസാരിക്കുന്നില്ല. സ്പോർട്സുമായിട്ട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് പോകുമെന്നുള്ളൊരു അപകടമുണ്ട്. ഞാനത് നിയന്ത്രിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ഇടയില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സഞ്ജു സാംസൺ അതുല്യനായ ഒരു കായിക പ്രതിഭ മാത്രമല്ല, സ്പോർട്സ് മേഖലയിൽ സാധാരണ കാണാത്ത വളരെ വലിയ ഒരു കായിക സംസ്കാരത്തിൻ്റെ ഉടമ കൂടിയാണ്. എന്താ അത് കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? ഇതിന് മുമ്പ് ഒരു മത്സരത്തിൽ ഇതുപോലെ വെടിക്കെട്ട് പ്രകടനം നടത്തി മാൻ ഓഫ് ദ മാച്ചായിട്ട് സഞ്ജു സാംസനെ തിരഞ്ഞെടുത്തു. അത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞത്, അന്ന് അഭിമാനകരമായ ബൗളിംഗ് പ്രകടനം നടത്തിയ ജസ്പ്രീത് ബുംറയുണ്ട്, ഇന്നിപ്പോൾ ഫൈനലിലെ താരമായിട്ട് സഞ്ജു സാംസനെ തിരഞ്ഞെടുക്കാം. ബാറ്റിംഗ് നോക്കിയാൽ ബൗളിങ്ങിൽ ഹാട്രിക്ക് നേടി ബുംറ. അപ്പോൾ ഇതിൻ്റെ ചുമതലക്കാർ വളരെ നയപരമായി മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് തന്നെ സഞ്ജു സാംസൺ ആയതുകൊണ്ട് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചായിട്ടും സഞ്ജു സാംസൺ എടുക്കാമായിരുന്നെങ്കിലും ബുംറയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ നേരത്തെ മാൻ ഓഫ് ദ മാച്ചായിട്ട് സഞ്ജു സാംസണെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്കല്ല ബുംറയ്ക്കായിരുന്നു മാൻ ഓഫ് ദ മാച്ച് പദവി കൊടുക്കേണ്ടിയിരുന്നതെന്ന് പറയാനുള്ള വിശാല ഹൃദയം അത് ഈ അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയാം. കാര്യം ഇവരൊരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടുകാരെല്ലാം റോഡരിയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് ഇവരൊരുമിച്ച് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ നിൻ്റെ കൂടെ കളിച്ചവരല്ലേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, അവരെയൊക്കെ പോയി അവരോട് സംസാരിച്ച് അവർക്ക് നീ ഒരു വലിയ ആളായിപ്പോയെന്ന് തോന്നി ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകൽച്ചയ്ക്ക് മാറ്റിയിട്ട് വരണം, അങ്ങനെ പറഞ്ഞില്ലേ. അങ്ങനെ ഈ അച്ഛൻ്റെ പരിശീലനം വലിയ കളിക്കാരനാകുമ്പോൾ നാട്ടിൽ നിന്ന് അകന്നു പോയിക്കൂടാ, കൂടെ കളിച്ച് പഠിച്ചവരെ എല്ലാം ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഞ്ജു സാംസന്റെ ഒരു മികച്ച മനുഷ്യനായിട്ട് സഞ്ജു സാംസനെ മികച്ച കളിക്കാരനായി പരിശീലിപ്പിച്ച കൂട്ടത്തിൽ ഈ അച്ഛൻ ശ്രീ സാംസൺ അത്തരമൊരു സംസ്കാരം പകർന്നു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ വളരെ മലയാളികൾ എന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. നേരത്തെ നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ല. എനിക്കറിയാം ഈ കായിക രംഗത്ത് പല അനാശാസ്യമായ പ്രവണതകളുണ്ട്. അത് ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. യഥാർത്ഥ പ്രതിഭകളെ തക്ക സമയത്ത് അംഗീകരിക്കാൻ നമ്മുടെ പല സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പോർട്സ് പ്രത്യേകിച്ച് ക്രിക്കറ്റിൻ്റെ മേഖലയിൽ അങ്ങനെയെല്ലാമുള്ള ചില ദൂഷ്യപ്രവണതകളുണ്ട്. അത്തരം ദൂഷ്യപ്രവണതകളോടുകൂടി സമരം ചെയ്തുകൊണ്ടാണ്, പടവെട്ടിക്കൊണ്ടാണ്, സ്വന്തം പ്രതിഭയൊന്നുകൊണ്ട് മാത്രം സഞ്ജു സാംസൺ ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ സഞ്ജു സാംസനെ ക്രിക്കറ്റിൽ പരിശീലിപ്പിക്കുന്നതോടൊപ്പം നല്ല മനുഷ്യനായി കൂടി പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ ശ്രീ സാംസന്റെ സംഭാവന, അതോടൊപ്പം അമ്മ ലിജിയെയും അനുമോദിക്കുകയാണ്. അമ്മയാണ് 10 മാസം ചുവന്ന് പ്രസവിച്ച് ലാളിച്ച് വളർത്തി കായിക ലോകത്തിന് നൽകിയത്. അവർ രണ്ടുപേരെയും, പിന്നെ സാലിയുണ്ട് ജ്യേഷ്ഠൻ, ക്രിക്കറ്റ് കളിക്കാരനാണ്, പ്രഗത്ഭനായ ക്രിക്കറ്റ് കളിക്കാരനാണ്. അതുകൊണ്ടൊരു സ്പോർട്സ് കുടുംബമാണ് ഈ കുടുംബം. അച്ഛൻ ഫുട്ബോളറാണ്, ഒരുപാട് ഗോളുകൾ അടിച്ചിട്ടുണ്ട്, ഒരുപാട് ബംഗാളിലെ പോലീസ് ടീമിനെ 5-0 തോൽപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഡൽഹി പോലീസ് ടീം വെറ്ററൻസിൻ്റെ 50+ ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു 70+ ഉണ്ടായിരുന്നേ എനിക്കൊന്ന് ഇറങ്ങി നോക്കാമായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ നാട് ആഹ്ലാദിക്കുന്ന നിമിഷമാണ്, ഇന്ത്യ ആഹ്ലാദിക്കുന്ന നിമിഷമാണ്, കായിക ലോകം ആഹ്ലാദിക്കുന്ന നിമിഷമാണ്. ഇന്ത്യൻ ടീം അംഗങ്ങളെല്ലാം CPIM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. സഞ്ജുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം. സഞ്ജുവിൻ്റെ കുടുംബത്തെയും പ്രശംസിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അഹമ്മദ്